ഞാനും മാൽപ്പിയും നാടകം കളിച്ചത് ജനങ്ങൾക്ക് ഇത് മൊത്തം ഓപ്പണാണ്. ഇത് മുഴുവൻ എന്താണ് ഓപ്പൺ ഡോക്യുമെന്റ് ആണ്. നിങ്ങൾ മൊത്തം കണ്ടതാണ്. നമ്മളെ കരച്ചിലും എന്റെ കണ്ണീരും ഒരു നാടകമാണെന്നുണ്ടെങ്കിൽ മൂന്നാം ഘട്ടത്തിലാണല്ലോ കരഞ്ഞത്. അവരെ കരഞ്ഞിട്ടില്ലല്ലോ, പിടിച്ചു നിന്നില്ലേ. ആ സാധനം കിട്ടിക്കഴിയുമ്പോ അത് സ്വാഭാവികമായിട്ട് ഇപ്പോ വൈകാരികമായിട്ട് എന്താവും, അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും. 72 ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം, എന്റെ ഫാമിലിനെ സംബന്ധിച്ചോളം 72 കൊല്ലത്തെ ഒരു പ്രയത്നമായിപ്പോയി. ആ സമയത്ത് വൈകാരികമായിട്ട് ആരായാലും പെരുമാറും. അത് ചില ആളുകൾക്ക് അതൊരു നാടകമായിട്ട് തോന്നും. അതൊന്നും എന്താ പറയാ, അതൊന്നും അതിലൊന്നും കാര്യമില്ല. ഇല്ല, അതൊന്നും അത് നമുക്ക് അത്രേ ഉള്ളൂ. ബൈക്കിന്റെ ചോദിച്ചില്ലല്ലോ, ബൈക്ക് ഇപ്പോ അർജുന്റെ ബൈക്ക് ഇവിടെ എത്തിയതിന്റെ ഒരു വിശദീകരണമാണ് ഇതിന്. ബൈക്ക് അർജുന് ഞങ്ങളെ ഓഫീസിൽ ലാസ്റ്റ് പോണതിന്റെ കുറച്ച് ദിവസം മുന്നേ, അതായത് 1-2 ട്രിപ്പ് മുന്നേ, ഒരു മാസം മുന്നേ അങ്ങനെ എന്തോ ആയിട്ട് വണ്ടി ഞങ്ങളെ ഓഫീസിൽ വെച്ച് പോയ വാഹനമാണ്. അത് അവിടുന്ന് എടുത്തിട്ട് ആ വാഹനം ഞാനാണ്, ഞങ്ങൾ ഈ കുളങ്ങരപ്പിടി പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വർക്ക്ഷോപ്പിൽ ഞാനാണ് കൊണ്ടുകൊടുത്തത്. അതിനുശേഷം അതിന്റെ വർക്ക് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അർജുനായിരുന്നു പറഞ്ഞു കൊടുത്തത്. അർജുൻ പറഞ്ഞത് കൊടുത്ത പ്രകാരം വർക്ക് നടക്കുകയും അർജുൻ അപകടം സംഭവിക്കുന്നതിന്റെ ഒരു ദിവസം മുന്നേ ആ ബൈക്കിന്റെ എല്ലാ പൈസ അർജുൻ തന്നെയാണ് ആ ബൈക്കിന്റെ വർക്ക്ഷോപ്പുകാരന് കൊടുത്തത്. അത് കഴിഞ്ഞ് അപകടം സംഭവിച്ച് ഒരു ആഴ്ച അങ്ങനെ എന്തോ ആകുമ്പോഴേക്കും അവര് ആ വാഹനം അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച വാഹനമാണ്. അത്രേ ഉള്ളൂ. അതിൽ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഒന്നുപാട് നോക്കി, മനാഫ്ക ആ വാഹനം മനാഫ്ക അവിടെ കൊണ്ട് അതിലൊന്നും, അതൊക്കെ ഒരു ചെറിയ ചെറിയ വിഷയങ്ങളാണ്, ഇവിടെ വെച്ച വിഷയമാണ്. അത് ആ യൂട്യൂബർ അതിനൊരു വർണ്ണന നൽകിയത് മാത്രമാണ്. ഇപ്പൊ മനാഫ്ക ആ പൈസ കൊടുത്തു അല്ലെ പെയിന്റ് അടിച്ചെന്നൊന്നും പറഞ്ഞ ആ യൂട്യൂബ് ചാനലിൽ കാണില്ല. അതുപോലെ ഞാനൊരു യാദൃശികമായിട്ട് ഇങ്ങനെ പറയല്ലോ, ഇത് അർജുന്റെ ബൈക്കാണ് അങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതാണ്. ഇതൊന്നും അല്ല നമ്മളെ വിഷയം. നമുക്ക് ആ വീട്ടുകാരെ ഒരു വിഷമില്ല. അതെ, അവരുമായിരുന്നു, അംഗമായിരുന്നു. അവര് അവിടുന്ന് പോണ എവിടെ വെച്ചിട്ടാണ് പറഞ്ഞാല്, നമ്മള് മുഖ്യമന്ത്രിന്റെ ഡോറിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അടുത്തത് നമ്മളാണ് മുഖ്യമന്ത്രിന്റെ അടുത്തേക്ക് പോകേണ്ടത്. ആ സമയത്താണ് എന്താക്കുന്നത്, അവര് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിലൂടെ പറഞ്ഞിട്ട് എക്സിറ്റ് അടിച്ചു പോണത്. അതാണ് അതിന്റെ കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി എന്താക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് ആക്ഷൻ കമ്മിറ്റിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാവും. അത് ആക്ഷൻ കമ്മിറ്റി നാളെ എന്താണെന്ന് തോന്നുന്നു മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓരെന്തായാലും, കാരണം ഓരെ പറ്റിയിട്ട് അലിഗേഷൻ പറഞ്ഞത് അവരാണ് തിരുത്തേണ്ടത്. അതിന്റെ ഭാഗമല്ല. അർജുനെ എങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തിയോ അതേമാതിരത്തെ ഒരു സ്ഥാനം തന്നിട്ട്, അർജുന്റെ ഫാമിലിനെ എങ്ങനെ ഉൾപ്പെടുത്തിയോ അതേ സ്ഥാനം തന്നിട്ട് നമ്മളെ ഉൾപ്പെടുത്തി. അത് തീർച്ചയായിട്ടും നമ്മള് അവരെ കൂടെ നിന്നിക്കണ്. അതിൽ അവർ ചെയ്ത ഒരുപാട് പ്രവർത്തികളുണ്ട്. അത് ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള ഒരു എന്താ പറയാ നന്ദി നമ്മൾ പ്രകടിപ്പിക്കും ഓരോരുത്തരും.